സാധാരണ തന്ത്രശാസ്ത്രത്തിൽ പ്രധാനമായിട്ടും താന്ത്രികന്മാർ അല്ലെങ്കിൽ യോഗികൾ മന്ത്ര വിശാരദന്മാരൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും ഉപാസകർ പലരും 3 തിരിയിട്ട് വിളക്ക് കത്തിക്കാറുണ്ട്. അപ്പോൾ ആ 3 തിരിയിട്ട് കത്തിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു വലിയ സങ്കല്പമുണ്ട്. നമുക്ക് എല്ലാവർക്കും ആ സങ്കല്പം ആവശ്യമില്ല, ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗപ്പെടുത്തും, അത്രയേ ഉള്ളൂ. ആ 3 തിരി എന്നുള്ളതിനെ ഒരുപാട് കാര്യങ്ങളത് പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. ഒന്ന് ത്രിസന്ധികളെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ത്രിസന്ധികൾ ഉപാസന ചെയ്യുന്ന ഒരാൾക്കാണ് ഇത് പ്രാധാന്യം വരുന്നത്. അത് ത്രൈ എന്ന് പറഞ്ഞാൽ വേദത്തിനെ ഉദ്ദേശിക്കുന്നതാണ്. അപ്പോൾ ത്രൈ എന്ന് പറയുന്ന വേദത്തിലെ അർത്ഥം, വേദത്തിൻ്റെ താത്പര്യം, വൈദിക ക്രിയകളെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ത്രികാലങ്ങളെ, ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം, ആ 3 കാലങ്ങളെ അത് സൂചിപ്പിക്കുന്നു, 3 നാളങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അവസ്ഥാത്രയങ്ങളെ, സ്വപ്നം, ജാഗ്രത, സുഷുപ്തി, ആ 3 അവസ്ഥകളെയും ആ 3 നാളങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ട് ത്രിമൂർത്തികളെ 3 നാളങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ശക്തി ഉപാസകരെ സംബന്ധിച്ച്, ദേവി ഉപാസകരെ സംബന്ധിച്ചോളം ശക്തിയുടെ 3 ഭാവങ്ങൾ, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, ആ 3നെയും ആ 3 നാളങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് താപത്രയ നിവാരണത്തിന് വേണ്ടിയിട്ട് ഈ 3 നാളങ്ങൾ ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ നമുക്ക് ശരീരത്രയങ്ങളുണ്ട്. ആ 3 ശരീരത്രയങ്ങളും തേജോദീപ്തമായി തീരണം എന്നുള്ള ബോധത്തോടുകൂടി 3 കത്തിക്കുക. 3 ശരീരങ്ങളെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സ്ഥൂല ശരീരം അന്നമയം കൊണ്ടുണ്ടായി, അന്നം കൊണ്ട് നിലനിന്ന് മറ്റ് ജീവികൾക്ക് അന്നമായി തീരാൻ പോകുന്ന ഈ ശരീരം. പിന്നെ ഈ ശരീരത്തിനകത്തിരുന്ന് നമ്മളെ പ്രവർത്തിപ്പിക്കുന്ന ഈ ശബ്ദം പറയാനും കേൾക്കാനും കാണാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ചൈതന്യം, ആ ചൈതന്യമയമായ സൂക്ഷ്മ ശരീരം, പ്രാണനോട് ചേർന്നിരിക്കുന്ന സൂക്ഷ്മ ശരീരം. ആ സൂക്ഷ്മ ശരീരമാണ് ഈ സ്ഥൂല ശരീരത്തിൽ നിന്ന് വേർപെടുന്നതിനെയാണ് നമ്മൾ മരണം എന്ന് പറയുന്നത്. അപ്പോൾ മരിക്കുമ്പോഴും സൂക്ഷ്മ ശരീരം അവിടെ തന്നെയുണ്ട്. സൂക്ഷ്മ ശരീരമൊന്നും സംഭവിച്ചില്ല, സൂക്ഷ്മ ശരീരം മരിക്കുന്നില്ല. മരിക്കുന്നു എന്ന് പറയുന്നത് സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും തമ്മിൽ വേർപിരിയലിന് മാത്രമാണ്. നമ്മളൊരു വാഹനത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങി, അതുകൊണ്ട് നമ്മൾ ചത്തുപോകണമെന്നില്ലല്ലോ. വാഹനം വിട്ടു, വാഹനത്തിൻ്റെ നമ്മുടെ ജോലി കഴിഞ്ഞ് ആ വാഹനത്തിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി. അതുപോലെയുള്ളൂ സ്ഥൂല ശരീരത്തിൽ നിന്ന് സൂക്ഷ്മ ശരീരം പുറത്തിറങ്ങുന്നതാണ് മരണം എന്ന് പറഞ്ഞ് നമ്മളൊന്ന് ഭയപ്പെടുന്ന സാധനം. അപ്പോൾ നമ്മൾ മരിക്കുന്നില്ല, നമുക്ക് ആ ബോധമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉള്ള എല്ലാ ബോധവും നമുക്ക് അവിടെ ഉണ്ട്, പക്ഷേ നമുക്ക് ഉപയോഗപ്പെടുത്താൻ ഒരു ഉപകരണമില്ല. ഇത് നമ്മൾ യാത്ര ചെയ്തെന്ന വാഹനം കേടായിപ്പോയി, അതവിടെ കിടക്കുക, അതിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി, അതിനാണ് നമ്മൾ മരണം എന്ന് പറയുന്നത്. അപ്പോൾ അത് പേടിക്കേണ്ട വസ്തുവൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ എത്ര പ്രാവശ്യം വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നു, എത്ര പ്രാവശ്യം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നു, അത് വല്ലതും സംഭവിച്ചോ, ഉടുപ്പ് എത്ര പ്രാവശ്യം ഒരു മാറ്റിയിട്ടിരിക്കുന്നു, അത്രയേ ഉള്ളൂ നമ്മുടെ സ്ഥൂല ശരീരം പോകുന്നത്. അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആ സൂക്ഷ്മ ശരീരത്തിനും പിന്നൊരു ശരീരമുണ്ട്, കാരണശരീരം എന്ന് പറയും. ആ കാരണശരീരത്തിനെ പൊതുവെ അജ്ഞാന സ്വരൂപം എന്ന് പറയാറുണ്ട്. ആ കാരണശരീരം നശിക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് ജ്ഞാനം ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ശരീരവും നമ്മുടെ ബന്ധം കൊണ്ട്, നമ്മുടെ മമത കൊണ്ടാണ് നിലനിൽക്കുന്നത്. നമുക്ക് അവയുടെ മമതയുള്ളത് കൊണ്ട്, താതാത്മ്യഭാവം ഉള്ളത് കൊണ്ട് ഈ ശരീരങ്ങൾക്ക് നിലനിൽക്കുന്നത്. ശരീരം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ നശിക്കുന്നതാണ്. ശീര്യതേത് ശരീരം എന്നാണ്, നശിച്ചു പോകും. ഈ 3 നശിക്കും. സ്ഥൂല ശരീരം നശിക്കും, അത് നമുക്ക് എല്ലാവർക്കും അറിയാം, മരണം എന്ന് പറഞ്ഞിട്ട്. സൂക്ഷ്മ ശരീരം നശിക്കും, ആ സൂക്ഷ്മ ശരീരം, കാരണശരീരം നശിക്കും. അത് 3 നശിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും മുക്തി, പൂർണ്ണമായ വിദേഹമുക്തി കിട്ടുന്നു എന്ന് പറയുന്നു. ഇതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ 3 ശരീരത്തിൻ്റെ തേജോദീപ്തമാക്കാൻ നമ്മൾ 3 തിരിയിട്ട് കത്തിക്കാറുണ്ട്. അപ്പോൾ ഈ 3 തിരിയിട്ടാൽ എങ്ങനെ ഇടണം 3 തിരി, അതും പ്രശ്നമാണ്. അപ്പോൾ 3 തിരി സാധാരണ സമത്രികോണമായിട്ടിടാറുണ്ട്. പക്ഷേ ശൈവസാധാര അതിനെ ഊർധ്വത്രികോണമായിട്ടിടും. ഊർധ്വത്രികോണം എന്ന് പറഞ്ഞാൽ ആ ത്രികോണത്തിൻ്റെ അറ്റം മുകളിലോട്ട് വരത്തൊക്കെ വേണം. ശാക്തേയർ, ദേവി ഉപാസകരൊക്കെ അതിനെ അധോ ത്രികോണമായിട്ടിടാറുണ്ട്. നമുക്ക് നേരെ ത്രികോണത്തിൻ്റെ ഒരു ദീപം വരത്തൊക്കെ വേണം. അപ്പം അങ്ങനെയും ചെയ്യാറുണ്ട്. അങ്ങനെയും സാധകരെ ഈ ദീപത്തിനെ ഉപയോഗപ്പെടുത്താറുണ്ട്, ഒരു നിലവിളക്കിനെ ഉപയോഗപ്പെടുത്താറുണ്ട്. അത് അവരുടെ മനസ്സിൻ്റെ സങ്കല്പം അനുസരിച്ച് ഒരു ത്രികോണം സങ്കല്പിക്കുന്നു, ആ ത്രികോണത്തിലെ 3 ബിന്ദുക്കളിലും ദീപം തെളിക്കുന്നു. മനസ്സുകൊണ്ട് ത്രികോണം സങ്കല്പിക്കുന്നു. ആ ത്രികോണമാണ് ഊർധ്വമുഖമായിട്ടോ അർദ്ധമുഖമായിട്ടോ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ 6 തിരിയിട്ട് കത്തിക്കുമ്പോൾ ഇത് രണ്ടും ചേർന്നിട്ടുള്ള ശിവശക്തി ഐക്യത്തെ സൂചിപ്പിക്കുന്നു, സുദർശന ചക്രത്തെ സൂചിപ്പിക്കുന്നു. അങ്ങനെ 6 തിരിയിട്ട് കത്തിക്കാൻ പറ്റും. ഇതേ തത്വം തന്നെയാണ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത്. പിന്നെ ഇടയ്ക്ക് 3-ൽ നിന്ന് 6ലേക്ക് ചാടി 4 തിരിയിട്ട് നമ്മൾ പൊതുവേ കത്തിച്ച് കാണാറില്ല. അത് നമുക്ക് സങ്കല്പിച്ച് മറ്റേ 4 ദിക്കിനെയൊക്കെ സങ്കല്പിച്ച് പറയാം. പിന്നെ കൂടുതലായിട്ട് കാണുന്നത് 5 തിരിയിട്ടുള്ള വിളക്ക് കത്തിക്കുന്നത്. 5 തിരിയിട്ട് കത്തിക്കുന്നത് പ്രധാനമായിട്ട് പൂജയിൽ പ്രധാനമായിട്ടും നമ്മൾ ദേവതയെ ആവാഹനം ചെയ്ത് പൂജ ചെയ്യുമ്പോൾ അവിടെയാണ് നമ്മൾ 5 തിരിയിട്ട് വിളക്ക് കത്തിക്കാറുള്ളത്. കാരണം ദേവതകളുടെ ശരീരം തേജോമയമാണ്, നമ്മുടെ ശരീരം കൂടുതലും പാർത്ഥിവമാണ്. പാർത്ഥിവം എന്ന് പറഞ്ഞാൽ
പഞ്ചഭൂതങ്ങളിലെ ഈ പൃഥ്വിയാണ് ഭൂമി തത്വമാണ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ ശരീരം കാണാൻ പറ്റുന്നതും നമ്മൾ ഈ ശരീരം നിലനിർത്താൻ അന്നത്തിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ ദേവതകളെ സംബന്ധിച്ചോളം ദേവതകളുടെ ശരീരം കൂടുതലും തേജോമയമാണ്. അപ്പോൾ നമ്മുടെ സാധാരണ ശരീര സൃഷ്ടിക്ക് പഞ്ചഭൂതങ്ങളുടെ ആവശ്യമുണ്ട്. അപ്പോൾ പഞ്ചഭൂതങ്ങളെ ചേർത്ത് ശരീരം സൃഷ്ടിക്കുന്നത് പോലെ ആ ഭൂതങ്ങളെ തേജ അംശത്തെ ചേർത്ത് ദേവതാ ശരീരം സൃഷ്ടിക്കുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് 5 തിരിയിട്ട് നമ്മൾ വിളക്ക് കത്തിക്കും. മാത്രമല്ല നമ്മുടെ 5 ഇന്ദ്രിയങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ഈശ്വരോന്മുഖമായി തീരാൻ ഈ 5 തിരി സഹായിക്കുന്നു എന്ന് പറയും. കാരണം പഞ്ചേന്ദ്രിയങ്ങൾ എങ്ങനെയാണ് ഈശ്വരോന്മുഖമാകുന്നത്? നമ്മൾ ക്ഷേത്ര ദർശനം തന്നെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ക്ഷേത്രത്തിൽ നമ്മൾ പോകുമ്പോൾ അലങ്കരിച്ച വിഗ്രഹം, മനോഹരമായ ദീപാലങ്കാരം, ഇതെല്ലാം നമ്മുടെ കണ്ണിന് ആ ഈശ്വരമുഖമാകും. അതിലെ കാണുമ്പോൾ ഈശ്വരനെക്കുറിച്ചുള്ള ചിന്തയാണ് വരുന്നത്. വിഗ്രഹം കാണുമ്പോഴും ദീപാലങ്കാരം കാണുമ്പോഴൊക്കെ അതെല്ലാം അവിടുത്തെ ശംഖനാഥം, മണിയടി, ആ ശബ്ദങ്ങളെല്ലാം കേൾക്കുമ്പോഴും ആ ചെവിയിൽ കൂടി ആ ശബ്ദങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോഴും അത് നമുക്ക് ഈശ്വര സ്മരണയെ ഉണർത്തുന്നു. ആ തീർത്ഥം സ്വീകരിക്കുന്നു, പ്രസാദം കഴിക്കുന്നു. അപ്പോൾ അതെല്ലാം നമ്മുടെ ആ രുചി നമ്മൾ അനുഭവിക്കുമ്പോഴും, പ്രസാദത്തിൻ്റെ രുചി അനുഭവിക്കുമ്പോഴും നമ്മൾ ഈശ്വരനെക്കുറിച്ച് ഓർക്കുന്നു. ഭഗവാന്റെ പ്രസാദമാണ് നമ്മൾ കഴിക്കുന്നതെന്ന് ഓർക്കുന്നു. അതുപോലെ സ്പർശം, നമ്മൾ പൂവെടുത്ത് ശിരസ് ചൂടുന്നു, ചെവിയിൽ വയ്ക്കുന്നു. അപ്പോൾ അതിൻ്റെ സ്പർശം, ചന്ദനത്തിൻ്റെ സ്പർശം, ഭസ്മലേപനത്തിൻ്റെ സ്പർശം, ആ സ്പർശവും നമുക്ക് ഈശ്വര സ്മരണയെ ഉദ്ദീപിപ്പിക്കും. അങ്ങനെ പഞ്ചഭൂതങ്ങളും നമുക്ക് ഈശ്വരനെ ഓർമ്മിപ്പിക്കാൻ ക്ഷേത്രദർശനങ്ങൾ സഹായിക്കുന്നു. അതേ തത്വം തന്നെയാണ് 5 തിരിയിട്ട് വിളക്ക് കത്തിക്കുമ്പോഴും നമ്മൾ ഉപയോഗപ്പെടുത്തും. സാധാരണ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് 5 തിരി കത്തിക്കാറുണ്ട്. പഞ്ചാക്ഷരി മന്ത്രത്തിൽ 5 അക്ഷരങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു 5 തിരിയിൽ. അപ്പോൾ 5 തിരി നേരത്തെ പറഞ്ഞാൽ പ്രധാനമായിട്ടും ഈശ്വര ദേവത ആവാഹനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. അല്ലാതെ നമ്മൾ ഉമ്മറപ്പടിയിലൊക്കെ വിളക്ക് വയ്ക്കുമ്പോൾ 5 തിരിയിട്ട് കത്തിക്കാറുണ്ട്. അപ്പോൾ അവിടെ 5 തിരിയിട്ട് കത്തിക്കുന്ന സമയത്ത് ഉമ്മറപ്പടിയിലൊക്കെ വിളക്ക് വയ്ക്കുന്നു, അല്ലെങ്കിൽ പൊതുവായിട്ട് നമ്മൾ പൊങ്കാലയ്ക്കൊക്കെ വിളക്ക് വയ്ക്കുന്നു. ആ സമയത്ത് നമ്മൾ 5 തിരിയിട്ട് കത്തിക്കുമ്പോൾ 4 ദിക്കിലേക്ക് നമ്മൾ 4 തിരിയിടും. പിന്നെ 5ാമത്തെ തിരി ഈശാന കോണിലേക്കാണ് നമ്മൾ ഇടാറുള്ളത്. ഇപ്പോൾ നമുക്കിങ്ങനെ തിരിയൊക്കെ ഉള്ള വിളക്ക് കിട്ടാറുണ്ട്. പണ്ടാണെങ്കിൽ വൃത്താകൃതിയിലാണ് വിളക്ക് ഇരുന്നത്. അതുകൊണ്ട് നമുക്ക് ആ 4 തിരി 4 ദിക്കിലേക്കിട്ട് ഈശാന കോണിലേക്കും കൂടി ഒരു തിരി ഇടാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ വിളക്കിലെല്ലാം 4-5 എണ്ണം ഒരു എന്താണ് പഞ്ചമുഖത്തോടു കൂടിയ ഒരു നക്ഷത്ര രൂപത്തിലാണ് ഇരിക്കുന്നത്. എല്ലാം തുല്യമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ കത്തിക്കാൻ പറ്റുന്നുള്ളൂ. ശരിക്കും തന്ത്രശാസ്ത്ര പ്രകാരം വിളക്ക് കത്തിക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഈശാന കോണിലേക്ക് ഒരു തിരി, 4 ദിക്കിലേക്ക് ഒരു തിരി, അങ്ങനെ 5 തിരിയാണ് ഇടാറുള്ളത്. പിന്നെ 6ൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ശിവശക്തി തത്വത്തിൽ, സുദർശന തത്വത്തിൽ ചെയ്യാം. പിന്നെ 7 തിരി ഇടാറുണ്ട്. നമ്മുടെ സത്വസാധുക്കളെയും തേജോദീപ്തമാക്കി തീർക്കണം. സത്വശുദ്ധിക്ക് വേണ്ടിയിട്ട് 7 തിരി ഇടാറുണ്ട്. പിന്നെ അഗ്നിക്ക് 7 ജിഹ്വകളാണുള്ളതെന്ന് പറയും, 7 നാവുകളാണുള്ളതെന്ന് പറയും. ആ അർത്ഥത്തിലും 7 തിരിയിട്ട് നമ്മൾ വിളക്ക് കത്തിക്കാറുണ്ട്. പിന്നെ പ്രധാനമായിട്ട് 9 തിരിയാണ്. നമ്മൾ ശരീരത്തിന് നമ്മൾ നവദ്വാരങ്ങളോട് കൂടിയ ഒരു പുരമായിട്ടാണ് പറയാറുള്ളത്. 9 വാതിലുള്ള ഒരു പട്ടണം, അല്ലെ ഒരു കോട്ട ആയിട്ടാണ് പറയാറുള്ളത്. അപ്പോൾ ഈ കോട്ടയുടെ 9 വാതിലും, ഒരു വീട്ടിൻ്റെ 9 വാതിലും വാതിൽപ്പടിയിലും നമ്മൾ വിളക്ക് കത്തിച്ച് വയ്ക്കുകയാണെങ്കിൽ ആ വീട്ടിനകത്തും പ്രകാശം കിട്ടും, പുറത്തും പ്രകാശം കിട്ടും. അപ്പോൾ അങ്ങനെ അകവും പുറവും ഒരേപോലെ ഈശ്വര പ്രകാശം, ഈശ്വരബോധമാകുന്ന പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന തത്വത്തിൽ നമ്മൾ 9 തിരിയിട്ട് കത്തിക്കാറുണ്ട്. പിന്നെ 9 എന്നുള്ള ദേവി പ്രധാനം കൂടിയാണ്. നമ്മൾ നവരാത്രിയൊക്കെ ആഘോഷിക്കാറുണ്ട് ദേവിയുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നവദുർഗാ സങ്കല്പത്തിൽ, നവമാതൃസങ്കല്പത്തിൽ ഒക്കെ നമ്മൾ 9 തിരിയിട്ട് വിളക്ക് കത്തിക്കാറുണ്ട്. അതുപോലെ ഏകാദശ രുദ്രസങ്കല്പത്തിൽ 11 തിരിയിട്ട് കത്തിക്കാറുണ്ട്. അങ്ങനെ നമുക്ക് തിരികളുടെ എണ്ണത്തിന് ഒരു പ്രശ്നമില്ല. നമുക്ക് എത്ര തിരിയിട്ട് കത്തിച്ചാലും അതുകൊണ്ട് ആർക്കും ഒരു ദോഷം ഒരിക്കലും ഉണ്ടാകത്തില്ല. പക്ഷേ അത് നമ്മൾ ചെയ്യുമ്പോൾ എന്തിന് നമ്മൾ ഇത്രയും തിരിയിടുന്നു എന്നുള്ളൊരു ബോധം നമുക്കുണ്ടെങ്കിൽ അത് നല്ലതാണ്, അത്രയേ ഉള്ളൂ. ആ ഒരു ബോധത്തോടെ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു ബോധം ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലെല്ലാം നമ്മുടെ ഭാരതത്തിൽ ഈ തിരികൾ ഇടാറുണ്ട്, വിളക്ക് കത്തിക്കാറുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ദോഷചിന്തകളൊന്നും ആർക്കും വേണ്ട. അത് ആദ്യം പറയുകയാണ്. നിങ്ങൾ തിരിയുടെ എണ്ണത്തിൽ എന്തെങ്കിലും സംഭവിച്ചു, തിരിയുടെ എണ്ണ ദിശ മാറിപ്പോയി എന്ന് വിചാരിച്ച് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല.